ഓക്കെ, ലോഡഡ് ഫ്രൈസ്. എവിടെ നോക്കിയാലും ലോഡഡ് ഫ്രൈസ് ആണല്ലോ. പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെ നമുക്ക് ഹൈലി റിക്വസ്റ്റഡ് ആയ ലോഡഡ് ഫ്രൈസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ചീസി ടസ്കർ ലോഡഡ് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാക്കിയല്ലോ. ആദ്യം തന്നെ പൊട്ടേറ്റോ അല്ലെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി പീൽ ചെയ്ത് കളയാ, ഞാൻ ഇവിടെ കളയുന്നില്ല. എന്നിട്ട് ഇതേപോലെ പടപട കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുക്കുക, നല്ല ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പ് പോലെ. എന്നിട്ട് നേരെ തണുത്ത വെള്ളത്തിലിട്ട് 4 കൂടെ കഴുകിയ വൃത്തിയാക്കി ഊറ്റിട്ട് 4 കൂടെ തിളച്ച വെള്ളത്തിലും കൊണ്ടോ ഒരു 8 മിനിറ്റ് കൊണ്ട് ടൈമറിലും കൊണ്ട് വെച്ചിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വെള്ള കളർ ആവുന്ന കാണാം. എന്നിട്ട് നേരെ എടുത്തിട്ട് കൂടെ ഡ്രെയിൻ ചെയ്ത് ഫുള്ള് വെള്ളം കൊണ്ട് വറ്റിച്ചോ. വെള്ളം ഇങ്ങനെ റിൻസ് ചെയ്ത് കൊടുക്കുക, അപ്പൊ ഓവർ കുക്ക് ആവില്ല. എന്നിട്ട് നേരെ കൊണ്ട് എടുത്തൊരു ബോളേക്ക് കിട്ടും. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, എന്നിട്ട് ഇതേപോലെ ഇളക്കി കുലുക്കി ടോസ് ചെയ്തെടുത്ത നല്ല വെൽ കോട്ടഡ് ആവട്ടോ. ഞാനിപ്പോ ഒരു പോളി ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച വരെ യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ ഫ്രോസൺ ആക്കി കഴിഞ്ഞാൽ ഏകദേശം 1 മാസം to 2 മാസം വരെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് നല്ല ചൂടായ എണ്ണയിലേക്ക് കൊണ്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് കൊണ്ടെടുക്കുക. ടൈമിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വെച്ചോ. ഇതിന് ഗോൾഡൻ ബ്രൗൺ അതേപോലെ കോരി നേരെ ഒരു വയർ റാക്കിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ എന്തെങ്കിലുമൊക്കെ കുന്തത്തിലേക്ക് കൊണ്ടിടുക. എണ്ണ കൊണ്ട് മാറ്റട്ടെ, അതുകൊണ്ട് മാറ്റി വെക്കുക. ഇതിന് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുക്കുക. നിങ്ങൾക്ക് ഏത് പീസ് അതും കൊണ്ട് എടുത്തിട്ട് കൂടെ വരഞ്ഞ് ക്യൂബാക്കി നേരെ ഒരു ബോളിലേക്ക് കൊണ്ടിട്ടോ. ഞാൻ ഇവിടെ 350 ഗ്രാം ചിക്കൻ എടുത്തത്. മുളക് പൊടി, ഗാർലിക് പൗഡർ, ഒറിഗാനോ, സ്ക്വീസ് ഓഫ് ലെമൺ, ആവശ്യത്തിന് ഉപ്പ്, ക്രഷ്ഡ് പെപ്പർ, ചതച്ച കുരുമുളക്, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണം യൂസ് ചെയ്യാം. എന്നിട്ട് അതാണ് തിരുമ്പി പിടിച്ച് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊണ്ട് വെച്ചു. ഇനി ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ വയ്ക്കുക. അതിന് നമ്മൾ ചിക്കൻ ഓരോന്നും അയ്യാൻ കൂടെ കിട്ടുക. 4 കൂടെ തിരിച്ചും മറിച്ചൊക്കെ ഇടുക. എന്നിട്ട് 4 കൂടെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എല്ലാം കൂടെ കോരി കൊണ്ട് മാറ്റിക്കും. എന്നിട്ട് സെയിം പാനിലേക്ക് കുറച്ച് ബട്ടർ നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് ഫ്ലേവർ, മൈദ അതുകൊണ്ട് ചെറുതാക്കി കൊണ്ട് കുക്ക് ചെയ്ത് കൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ആവും. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പ്യാൻ, കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ചീസ് സ്ലൈസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചീസ് വേണം ഇതിലേക്ക് ഇട്ടോ. എന്നിട്ട് ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് കുറച്ച് മുളക് പൊടി, ഒഴിക്കണോ, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കുറുക്കി അങ്ങോട്ട് എടുക്കുക. കണ്ടില്ല, ഇതേപോലെ. ഇനി നമ്മളെ ലോഡഡ് ഫ്രൈസ് സെറ്റ് ആക്കുക. പുറത്ത് ഒരു ഫ്രൈസ് അതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ. ഇത് ഓപ്ഷനിലാണ്. കുനുകുന ചോപ്പ് ചെയ്ത ഉള്ളി, കുനുകുന ചോപ്പ് ചെയ്ത് വെക്കുക. പുറത്ത് ഒരു ചിക്കൻ ഇടുക. എന്നിട്ട് 4 കൂടെ ടോസ് ചെയ്ത് കൊണ്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ആലപ്പിനോസ് കിട്ടിയാൽ ഉപ്പിലിട്ട മുളക് ഇട്ടാലും മതി. എന്നിട്ട് നമ്മളെ ചീസി സോസ് അതിലേക്ക് കൊണ്ട് ഒഴിച്ചങ്ങോട്ട് പാരിക്കും. എന്നിട്ട് പിന്നെയും ടോസ് ചെയ്യുക. ഇതേപോലെ ചീസ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ തവി കൊണ്ട് 2 ഇളക്കം കൊണ്ട് ഇളക്കിയാൽ മതി കേട്ടോ. സാധനം സെറ്റ് ആവും. എന്നിട്ട് നേരെ ഒരു പ്ലേറ്റിലേക്ക് കൊണ്ട് മാറ്റി അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക, ഗാർലിക് മയോ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. സോ നമ്മളെ ചീസി ടസ്കർ ലോഡഡ് ഫ്രൈസ് ഇസ് റെഡി. എന്നിട്ട് ഫോർക്കോ സ്പൂണും കൊണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് പെടുത്തങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ, സ്വർഗം. നമ്മുടെ ടസ്കർ ലോഡഡ് ഫ്രൈസ് ഇത് പൊളി സാധനമാണ്. ഇതിനെന്താ ടസ്കർ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ പേരിട്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ തന്നെ, അത് വേറെ കാര്യം. അപ്പൊ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയാം. അന്നവരെ ഗൈസ്, ഓക്കെ, ബൈ.